നടി മഞ്ജു വാര്യരെക്കുറിച്ച് വീണ്ടും പോസ്റ്റുകളുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ. മഞ്ജുവിനോടുള്ള തന്റെ പ്രണയമാണ് സനൽകുമാറിന്റെ പോസ്റ്റുകളിൽ. നേരത്തെ സനൽകുമാർ ശശിധരനെതിരെ മഞ്ജു വാര്യർ പരാതി നൽകിയിരുന്നതോ. എന്നാൽ തുടർന്ന് നടിയെക്കുറിച്ച് വാദമായി എത്തിയിരിക്കുകയാണ് സനൽകുമാർ ഇപ്പോൾ. താൻ വിദേശത്താണെന്നും താനും മഞ്ജുവും കൊല്ലപ്പെട്ടാൽ ഒരു സ്ഥലത്ത് അടക്കണം എന്ന് സനൽകുമാർ പറയുന്നു. മഞ്ജു വാര്യർ നാട്ടിലും ഞാനിവിടെയും കൊല്ലപ്പെടുകയാണെങ്കിൽ എൻ്റെ ശരീരം നാട്ടിലെത്തിക്കാനും ഞങ്ങളെ ഒരു സ്ഥലത്ത് സംസാരിക്കാനും സുമനസ്സുകൾ ഒന്നിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് സനൽകുമാർ ശശിധരൻ്റെ ഒരു പോസ്റ്റ്. പിന്നാലെ നിരവധി പേർ പരിഹാസ കമൻറ്റുമായി എത്തി. സനൽകുമാറിന് മാനസിക പ്രശ്നമുണ്ടെന്നാണ് ഭൂരിഭാഗം കമൻറ്റുകളും. ഇതോടെ പരിഹാസത്തോടെ ഇദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഒരു ഇമേജ് മാത്രമായി കാണുന്ന ഒരു സമൂഹത്തിന് ഹൃദയബന്ധം എന്നാൽ എന്താണെന്ന് മനസ്സിലാവില്ല. ഭൂമിയിലെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് പ്രണയമാണ്. അപൂർണമായ ആത്മാവിൻ്റെ പൂർത്തി തേടിയുള്ള അലച്ചിലാണ് പ്രണയം. തൻ്റെ പാതിയെ കണ്ടെത്താനുള്ള നിമിഷത്തിൽ ഒരാളുടെ ജീവിതത്തിലെ ജീവിതം അവസാനിക്കുകയും പുതിയ ഒന്ന് തുടങ്ങുകയും ചെയ്യും. ഞാനത് എൻ്റെ ജീവിത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. തൻ്റെ പാതി എന്ന് തോന്നൽ ഒന്നിൽ അതൃപ്തിയാകുമ്പോൾ മാത്രമാണ് പ്രണയബന്ധത്തിലേക്ക് ഒരാൾ മറ്റൊരു തേടിലേക്ക് യാത്രയാകുന്നത്. പലരുവി പ്രണയ പരാജയത്തിന് മുറിവേറ്റ മനുഷ്യപ്രണയം എന്നത് വെറും തോന്നൽ മാത്രമാണെന്നുള്ള തീർപ്പിലേക്ക് പലപ്പോഴും എത്തുകയും ശരീരത്തിൻ്റെ കാമനകൾ നിൽക്കുന്ന സുഖം മാത്രമാണ് ജീവിതത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്ന് വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഞാൻ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എത്ര പൊള്ളിയാലും കുടലിഞ്ഞാലും ശ്രമിച്ചാലും പറഞ്ഞു പോകാത്ത ഒന്നായി രണ്ട് മനുഷ്യഹൃദയങ്ങൾ ഒട്ടിപ്പോകുന്ന അവസ്ഥ പറഞ്ഞറിയിക്കാനുള്ള അനുഭൂതിയാണ്. ലോകം മുഴുവൻ ചെളിവാരി എറിയുമ്പോഴും ശത്രുക്കൾ ജീവിതത്തിൽ ഉണ്ടാകാതെ കത്തിച്ചു കളഞ്ഞ് അട്ടഹസിക്കുമ്പോഴും പ്രണയത്തിൽ ഒരാൾ തുടർ തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് പ്രണയത്തിൻ്റെ അനുഭൂതി എത്ര വലുതാണെന്ന് മനസ്സിലാവും. അതിനെ ഒരു മനോരാഗമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ പ്രണയം അനുഭവിക്കാൻ കഴിവില്ലാത്ത നിർഭാഗ്യന്മാർ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. എന്നെ സംബന്ധിച്ച് എൻ്റെ പെണ്ണ് അവളുടെ ഇമേജല്ല, അവളുടെ ആത്മാവാണ്. അകന്നിരിക്കുമ്പോഴും ഞങ്ങൾ ഇടതടവില്ലാതെ ഒഴുകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പ്രണയം എന്തെന്നറിഞ്ഞിട്ടുള്ളവർ ഒഴുക്കിനെ ആരും വിശ്വസിക്കണമെന്നില്ല. പ്രണയം എന്നത് ഭൂരിഭാഷം മനുഷ്യനും കഥകളും സിനിമകളും മാത്രമാണ്, ഒരു വിനോദ അനുഭവമാണ്. സ്ത്രീ പുരുഷനെ ശരീരം മാത്രമായി കാണുന്നവർ ഒന്നുകിൽ പ്രണയം എന്തെന്ന് അറിയാത്തുള്ള ഭാഗ്യം ഇല്ലാതെ പോയവരോ, പലരുവി പ്രണയപരാജയങ്ങളിൽ വീണുപോയതിൻ്റെ വേദനകൾ കൊണ്ട് മനസ്സ് മരവിച്ച് പ്രണയം ഒരു തോന്നൽ മാത്രമായി എന്ന തീർപ്പായി എത്തിയവരോ ആണ്. എന്നോട് സുഹൃത്ത് ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന്, അവൾ നിങ്ങൾ പ്രണയമാണെന്ന് നിങ്ങൾ പറയുന്നു, അത് നിങ്ങൾ എന്തൊരടിസ്ഥാനത്തിൽ പറയുന്നു? ആത്മബന്ധങ്ങൾ വിശദീകരിക്കാനാവില്ല എന്ന് മാത്രമായിരുന്നു എൻ്റെ മറുപടി. നിങ്ങൾ പ്രണയത്തിലാവുമ്പോൾ നിങ്ങളെ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. നിങ്ങൾ പ്രണയിക്കുന്ന ആളെ പൂർണ്ണമായും മനസ്സിലാക്കുക, അവർക്ക് മറ്റൊരു പൂർണ്ണമായും മനസ്സിലാക്കുക. എങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു എന്നായിരിക്കും എൻ്റെ അനുഭവം. പ്രണയത്തേക്കാൾ വലിയ രാഷ്ട്രീയമില്ല, അതിനേക്കാൾ വലിയ നേട്ടങ്ങളും നന്മകളുമില്ല എന്നാണ് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്.